വാതജ്വര പ്രശമനങ്ങളായിട്ടുള്ള വാതജ്വരത്തെ മാറ്റുന്നതായിട്ടുള്ള ചികിത്സകളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ സന്തോഷിപ്പിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ ഒക്കെ അതിനൊക്കെ ശമം വരും, അല്ലെങ്കിൽ ജ്വരം കുറയും. അപ്പോൾ അടുത്തത് ക്രോധം നിമിത്തമുണ്ടാകുന്ന, ദേഷ്യം നിമിത്തമുണ്ടാകുന്ന ജ്വരത്തെ പറ്റി പറയുകയാണ്. ഇപ്പോൾ കാമൈരർത്ഥൈ മനോജ്ഞയിച്ച പിത്തഗ്നയിച്ച അഭ്യുപക്രമൈ സദ്വാക്യേശ്ച ശമം യാതി ജ്വര ക്രോധ സമുദ്ധിത. അപ്പോൾ ഈ പറയുന്ന ക്രോധം നിമിത്തമുണ്ടാകുന്ന ജ്വരത്തെ നമ്മൾ ചികിത്സിക്കേണ്ടത്, അതായത് കാമ്യങ്ങളും മനോജ്ഞങ്ങളുമായിട്ടുള്ള സാധനങ്ങളെ കൊടുക്കുക, അവർക്കിഷ്ടമുള്ള. അതുപോലെ തന്നെ പിത്തജ്വരഹരങ്ങളായിട്ടുള്ള മരുന്നുകളെ ശീലിപ്പിക്കുക. അതുപോലെ തന്നെ നല്ല വാക്കുകൾ പറയുക. ഇതൊക്കെയാണ് ക്രോധ നിമിത്തമുണ്ടായിട്ടുള്ള ജ്വരത്തിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അവസാനത്തെ 2 ലൈൻ നോക്കാം. കാമാത് ക്രോധജ്വരോ നാശം ക്രോധാത് കാമസമുദ്ഭവ യാതി താഭ്യാമുഭാഭ്യാം ച ഭയ ശോകസമുദ്ധിത. അപ്പോൾ ഇത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു മോഹം ജനിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രോധം നിമിത്തം ഉണ്ടായിട്ടുള്ള ജ്വരത്തിൽ നമ്മൾ ഒരു മോഹം ആ പേഷ്യൻറ്റിന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രോധം നിമിത്തം ഉണ്ടായിട്ടുള്ള ജ്വരം നശിച്ചു പോകും. അപ്പോൾ ഒരു മോഹം ജനിപ്പിച്ചാൽ ക്രോധം നിമിത്തം ഉണ്ടായിട്ടുള്ള ജ്വരം അവിടെ നശിക്കും. ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൽ അതിയായിട്ടുള്ള കാമം ജനിക്കുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കാമം ഉണ്ടാവാമെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ആ വിചാരിക്കുന്ന സാധനം കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ ആ കാമാധിക്യം മൂലം നന്നായിട്ട് പനിക്കും. അപ്പം അങ്ങനെയുള്ള ആ കാമജ്വരത്തിൽ നമ്മൾ ആ വസ്തുവിൻ്റെ, ഇപ്പോൾ എന്താണോ ആ പേഷ്യൻറ്റിന് ആഗ്രഹം, ആ വസ്തുവിനെ പറ്റി നമ്മൾ അതിൻ്റെ ദൂഷ്യങ്ങളും, ഇപ്പോൾ മൊബൈലായിക്കോട്ടെ, ആ മൊബൈലിനെ പറ്റി നമ്മൾ ദൂഷ്യവശങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ച് അയാൾക്കത് ബോധ്യം വന്ന് അതിനോടൊരു ദേഷ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷണത്തിൽ തന്നെ ഈ പറയുന്ന ജ്വരം ഇല്ലാണ്ടാവും. അതുപോലെ തന്നെ ഈ ഭയശോകങ്ങളെ കൊണ്ടുണ്ടാവുന്ന ജ്വരങ്ങൾ നമ്മളവർക്ക് കാമവും ക്രോധവും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ശമിക്കും. അതുപോലെ തന്നെ ഭയജമായിട്ടുള്ള ജ്വരം കാമം കൊണ്ടും ശോകജമായിട്ടുള്ള ജ്വരം ക്രോധം കൊണ്ടും, അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിപ്പിക്കണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശമിക്കുമെന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണത്. അപ്പോൾ നമുക്കത് അത്ര ശീലമുള്ള ഒരു ചികിത്സാ രീതിയല്ല. എന്തായാലും അത്തരത്തിൽ ജ്വരമുണ്ടാവുന്നുവെന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് ജ്വരത്തിന് ശമം കിട്ടിയിട്ടുണ്ടോ എന്നും അഭിപ്രായങ്ങളുണ്ട്.